വെൽക്കം ടു അനദർ വീഡിയോ. അല്ല, വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്, കൈൻഡ് ഓഫ്. ബിക്കോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തേക്കുന്നതൊക്കെ എൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ആൻഡ് എൻ്റെ വെഡിങ് വീഡിയോ ഒക്കെയാണ്. അല്ലാതെ ഈ ഇൻട്രാക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ ഫസ്റ്റ് ഇൻട്രാക്ഷൻ വീഡിയോ. ഫസ്റ്റ്ലി തന്നെ ഞാൻ എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് പൗർണമി. ഞാനിവിടെ ഓസ്ട്രേലിയയിലാണ്, മെൽബണിൽ. ഇവിടെ ഒരു 3 years മേളിലായിട്ട് സെറ്റിൽഡാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ. ഈ പുറകിൽ കാണുന്ന മെസ്സ് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഇത് ഞങ്ങൾ വീട് മാറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ്ങും, നമ്മൾ വീട് മാറാൻ പോകുന്ന സമയത്ത് നമ്മൾ എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും ക്ലീനായിട്ട് വെക്കാനോ അടുക്കി പെറുക്കി വെക്കാനോ ഒന്നും പറ്റത്തില്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പാക്കിങ്, ചിലപ്പോൾ പാക്ക് ചെയ്ത സാധനമായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്, അപ്പോൾ നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെയാണ്. സോ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറാൻ പോവാണ്. അപ്പം എംപ്റ്റി ഹൗസ് ടൂർ വീഡിയോസൊക്കെ വരുന്നുണ്ട്, കമ്മിങ് അപ്പ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ എന്നെ പറ്റിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒരു അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൻ്റെ പേര് സൺഷൈൻ ടെമ്പിൾ. സൺഷൈൻ എന്നുള്ളത് സ്ഥലപ്പേരാണ്. ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ടെമ്പിൾ. ഒത്തിരി വലിയ ടെമ്പിളല്ല, ചെറിയ ടെമ്പിളാണ്. ഞാൻ ആദ്യമായിട്ടൊക്കെ ഓസ്ട്രേലിയയിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിലൊക്കെ അമ്പലങ്ങളുണ്ടെന്നോ അമ്പലങ്ങൾ പണിയാൻ പറ്റുമെന്നോ എന്ന് എനിക്കത്ര വലിയ കാര്യമായിട്ടുള്ള ഒരു അറിവില്ലായിരുന്നു. എൻ്റെ വിചാരം പള്ളികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അമ്പലങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഇവിടെ അങ്ങനെ അമ്പലങ്ങൾ പണിയാനും വലിയ വലിയ അമ്പലങ്ങളൊക്കെ ചെയ്യാനൊന്നും അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയ അമ്പലം, ഒത്തിരി വലുതല്ല, പക്ഷെ ഇവിടെ നല്ല ഭയങ്കര വലിയ, വളരെ എന്താ പറയുക, ഈ സ്റ്റേജും കാര്യങ്ങളും പിന്നെ എന്താ ക്യാൻറ്റീനും അതും ഇതൊക്കെ ഉള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാം. പക്ഷെ ഇത് ഞങ്ങൾ ഒത്തിരി ദൂരെ അല്ലാത്തൊരു അമ്പലമാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകുന്ന ഒരു അമ്പലമാണ്. അപ്പം ഇന്ന് മോർണിംഗ് അല്ല, ഇപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് റെഡി ആവുക, പിന്നെ പോകുന്ന വഴി കാണിക്കുക, അമ്പലം കാണിക്കുക, ജസ്റ്റ് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ്, അത്രയൊക്കെ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വരെ കാണുക. ഓക്കെ, അപ്പം ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഞാൻ എൻ്റെ ഒരു 2 ഔട്ട്ഫിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴത്തേ ഞങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. എത്രയൊക്കെ റെഡിയായെന്ന് പറഞ്ഞാലും അമ്മൻ്റെ കൂടെ ഒരു ജാക്കറ്റും കൂടെ എടുത്തിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. സാധ്യ തണുപ്പാണ്. എന്നിട്ട് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. ഇരുട്ട് കണ്ടോ? ചില സമയത്തുണ്ടല്ലോ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഈ കാങ്കറൂസൊക്കെ റോഡിലോട്ട് ചാടും. ഈ നമ്മുടെ കാറിൻ്റെയൊക്കെ വെട്ടം അടിച്ച് കഴിയുമ്പോൾ അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് കാങ്കറൂസ് ചാടും. കുറേ എണ്ണം ഇങ്ങനെ റോഡിൽ ചത്ത് കിടക്കുന്നത് കാണാം, കഷ്ടം തോന്നും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിവാതിക്കലോട്ട് എത്തി. ഇതാണ് അമ്പലം. വലിയ ആർഭാടമൊന്നും പുറത്തുനിന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല അമ്പലമാണ്.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയത് കുറച്ച് ലേറ്റായിട്ടാണ്. രാത്രിയിലത്തെ പൂജ ഏകദേശം കഴിഞ്ഞായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മൾ പതുക്കെ നടന്ന് 3 വലം വെച്ചു. നല്ലോണം പ്രാർത്ഥിക്കുക കേട്ടോ, സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരുടെയും പേരിൽ അർച്ചനയൊക്കെ നടത്തി. പിന്നെ ഈ പോകുന്ന ആളെ കണ്ടോ, ഇതെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ആൾ ഭയങ്കര ഭക്തനാണ് കേട്ടോ, നല്ലോണം സമയമെടുത്ത് പ്രാർത്ഥിക്കും. എന്നെക്കാട്ടിലൊക്കെ ഒത്തിരി ഇതായിട്ടുള്ള ആളാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. തറയിൽ ഒരു സൈഡിൽ മാറി ഇരുന്ന് പ്രാർത്ഥിക്കുകയോ പൂജ ചൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് അമ്പലത്തിലെ ഉൾഭാഗം. ഇവിടുത്തെ മൂർത്തി മുരുകനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറക്കമാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. ഞാനും ഏട്ടനും അമ്മയും കൂടിയാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. പിന്നെ പ്രസാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ കഞ്ഞിയും കടലയും പിന്നെ ഈ മഞ്ഞച്ചോറില്ലേ അതും 2 തരം പായസമായിരുന്നു. അതിലൊരു പായസം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. മറ്റേത് പാൽപ്പായസമായിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല, ഞങ്ങളെല്ലാം കുടിച്ച് തീർത്തു. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞ പായസമാണ്. അപ്പം കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. ഇപ്പോഴും കുറച്ചുകൂടെ ലേറ്റായില്ലേ, അപ്പം ചിലപ്പം പോകുന്ന വഴിക്കൊക്കെ കാങ്കറൂസൊക്കെ ചാടാൻ ഇപ്പോഴും ചാൻസ് ഉണ്ട്. അങ്ങനെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ബൈ, ഗുഡ് നൈറ്റ്.